9000 mAh ബാറ്ററി ഉള്ള ഈ ഫോണാണ് ഇപ്പോൾ 40,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ. പക്ഷേ ഇതിലും ഭേദം OnePlus 13R എടുക്കുന്നതല്ലേ? അല്ല, നോഡ് 5 വെച്ച് നോക്കുമ്പോൾ നോഡ് 6 ഒരു ഡൗൺ ഗ്രേഡ് ആണോ? ശരിയാണ്, ഇത് ഒരു ഹെവി ഫോണാണ്. 217 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. ലാസ്റ്റ് ഇയറിനെക്കാളും തിക്നെസ്സും കൂട്ടിയിട്ടുണ്ട്. ബിക്കോസ് ഓബ്വിയസ്ലി ഇതിനകത്ത് 9000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ബട്ട് നമ്പർ മാത്രമല്ല കേട്ടോ, പ്രാക്ടിക്കലി ഉപയോഗിക്കുന്ന സമയത്ത് ഒരു നോർമൽ യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് 2 ദിവസം നിൽക്കും. ലൈറ്റ് യൂസറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 3 ദിവസം വരെയൊക്കെ തള്ളി നിൽക്കാൻ പറ്റും. ബോക്സിനകത്ത് നിങ്ങൾക്ക് 80 വാട്ടിന്റെ സൂപ്പർ വൂക്ക് ചാർജറും കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിളും കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ബാക്ക് സൈഡ് കണ്ടോ, നല്ല മെറ്റാലിക് ലുക്ക് ഉണ്ടല്ലേ. വെൽ, മെറ്റൽ അല്ല, ഗ്ലാസ് ആണ് എന്ന് വിചാരിക്കും. ഗ്ലാസും അല്ല, പ്ലാസ്റ്റിക് ബാക്ക് ആണ്. ഒറ്റ നോട്ടത്തിൽ ബാക്കിൽ ഒരു മെറ്റാലിക് ബോർഡർ ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷേ അത് ശരിക്കും എൻഗ്രേവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ അകത്ത് ഒരു 3D ഹോളോഗ്രാം പാറ്റേണിൽ. പക്ഷെ പ്ലാസ്റ്റിക് ആക്കിയാലും കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് IP റേറ്റിംഗുകൾ കുത്തി നിറച്ചിട്ടുണ്ട്. IP66, IP68, IP69, IP69K അഥവാ ഈ മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ കൊല്ലത്തെക്കാളും സ്ക്രീൻ സൈസ് കുറച്ച് ചെറുതാണ്. 6.78 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്. എന്നാലും ഡിസ്പ്ലേയുടെ പെസൽസ് വളരെ കുട്ടിയുമാണ്, ഈക്വൽ സൈസുമാണ്. 1.5K AMOLED ഡിസ്പ്ലേ, 165 ഹെർട്സിന്റെ. 165 ഹെർട്സ് നിങ്ങൾക്ക് ആക്ച്വലി ഉപയോഗിക്കാൻ പറ്റും ഗെയിം ചെയ്യുന്ന സമയത്ത്. കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിനകത്ത് നേറ്റീവ് ആയിട്ട് 165 FPS സപ്പോർട്ട് ചെയ്യും. അതിനോ ഗെയിം കളിക്കുമ്പോൾ ഹീറ്റ് ആവുന്നുണ്ടോ എന്നല്ല, അത് പെർഫോമൻസിന്റെ സെക്ഷനിൽ പറയാം. ഡിസ്പ്ലേനെ പറ്റി ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഇതിന്റെ ബ്രൈറ്റ്നസ് ആണ്. 3600 നിറ്റ്സിന്റെ ഒരു പീക്ക് HDR ബ്രൈറ്റ്നസ് ഉണ്ട്. ബട്ട് ഡയറക്റ്റ് സൺലൈറ്റിൽ പോകുന്ന സമയത്ത് പോലും ബ്രൈറ്റ്നസിന് യാതൊരു കുഴപ്പമില്ല, നല്ല വിസിബിൾ ആണ്. എന്നാൽ സ്ക്രീൻ പ്രൊട്ടക്ടർ കുടിച്ചു വന്നിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് അല്ല, പകരം ക്രിസ്റ്റൽ ഗാർഡ് ഗ്ലാസ് എന്ന് വിളിക്കുന്നു. ഇത് ഗൊറില്ല ഗ്ലാസുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരു ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ ഒക്കെ പ്രൊട്ടക്ഷൻ തരുമെന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ സ്ക്രീൻ പ്രൊട്ടക്ടർ ഊരിയിട്ടില്ല. അതിനകത്ത് അത്യാവശ്യം കുറച്ച് മൈനർ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. ബൈ ദ വേ, ഒരു കമന്റ് ഞാൻ കണ്ടു, ഈ സ്ക്രീൻ പ്രൊട്ടക്ടർ എന്ന് പറയുമ്പോൾ ടെമ്പേർഡ് ഗ്ലാസ് ആണോ എന്ന് സൂചിപ്പിക്കണമെന്ന്. ഇത് ടെമ്പേർഡ് ഗ്ലാസ് അല്ല, ഫിലിം ആണ് കേട്ടോ. കൊടും ചൂടാണ് ഇപ്പോൾ. ഔട്ട്ഡോറിൽ ഞാൻ ഫോൺ ഉപയോഗിച്ച സമയത്ത് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ വെയിലത്താണെങ്കിൽ പോലും സ്ക്രീന് കുറച്ച് നേരം കഴിഞ്ഞാൽ ഡിം ആവുന്നതായിട്ട് കണ്ടില്ല. മേ ബി വേപ്പർ ചേമ്പർ കൂളിംഗ് ഉണ്ടായിരിക്കാം. എന്തായാലും ഇതിനകത്തുള്ള പ്രൊസസർ സ്നാപ്ഡ്രാഗൺ 8S Gen 4 നല്ല പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്, പക്ഷേ എഫിഷ്യന്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്. AnTuTu സ്കോർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏകദേശം 10 ഡിഗ്രിയാണ് AnTuTu റൺ ചെയ്തപ്പോൾ കൂടിയത്. ഏകദേശം 44 ഡിഗ്രി വരെ എത്തിയതിനു ശേഷം അത് പെട്ടെന്നൊന്ന് കുറഞ്ഞു. വേപ്പർ ചേമ്പർ കൂളിംഗിന്റെ ആ ഒരു എഫക്റ്റ് ആണ്. ബട്ട് തൊടുന്ന സമയത്ത് മെറ്റൽ ബാക്ക് അല്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. എന്തായാലും എൻ്റെ കയ്യിലുള്ളത് 8GB റാം വേരിയന്റ് ആണ്. 8 and 12GB LPDDR5X റാം വേരിയൻസിലും പിന്നെ 256GB UFS 4.1 സ്റ്റോറേജ് വേരിയന്റിലാണ്. ഫാസ്റ്റ് ആണ്. ആൻഡ് യെസ്, അലോങ് വിത്ത് ദാറ്റ് ഒപ്റ്റിമൈസേഷനിലും കാര്യമുണ്ട്. ഓക്സിജൻ OS 16 വരുന്നത്. അത് എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ മോസ്റ്റ് ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് UI തന്നെയാണ്. അത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫ്ലൂയിഡിറ്റി ഫീൽ ആവും. തേർഡ് പാർട്ടി ജങ്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കണ്ടില്ല. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട്. അല്ലാതെ ആപ്പ് പിക്സ് അഥവാ ആപ്പ് മാർക്കറ്റ് ഇതിനകത്തുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ ഡിസേബിൾ ചെയ്ത് കളയാം. എന്തായാലും അപ്ഡേറ്റ് വൈസ് 4 വർഷത്തെ OS അപ്ഡേറ്റ്സും 6 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്യുന്നത്. ഇനി നോഡ് 6 കയ്യിലുള്ളപ്പോൾ നോഡ് 5 എടുക്കണോ എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ക്യാമറാസ്. ശരിയാണ്, സെൻസർ ലിറ്റിയ 700 ആയിരുന്നു, അതിപ്പോൾ ലിറ്റിയ 600 ആക്കി മാറ്റി. ഈ ലിറ്റിയ 600 എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു IMX 832 ആ സെയിം സാധനം തന്നെയാണ്. എന്നാലും ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഡേ ലൈറ്റിൽ എനിക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. 50 മെഗാ ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണ്. ഈവൻ നൈറ്റ് ടൈമിലും ഫോട്ടോസ് നല്ലതാണ്. പക്ഷേ ആ സെക്കൻഡറി കൊടുത്തിരിക്കുന്ന ഒമ്നി വിഷൻ സെൻസറുള്ള 8 മെഗാ ക്യാമറ ഡേ ടൈമിൽ എനിക്ക് ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല. യെസ്, ബിക്കോസ് ഓഫ് ദ പ്രോസസിങ് നല്ലപോലെ ഫോട്ടോസ് വരുന്നുണ്ട്. HDR ഒക്കെ കൊള്ളാം. നൈറ്റ് ടൈമിൽ വരുന്ന സമയത്ത് ഒരുമാതിരി ബഡ്ജറ്റ് ഫോണിൽ എടുക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. ആ ഒരു ഫോട്ടോ സാമ്പിൾ ഞാൻ കാണിച്ചു. ഇതൊക്കെ നോക്കിയേ, ആ ഒരു 8 മെഗാ കുറവ് നല്ലപോലെ നൈറ്റ് ടൈമിലാണ് കാണുന്നത്. ആൻഡ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് ടെലിഫോട്ടോ കിട്ടുന്നില്ല. സെയിം പ്രൈസിൽ വരുന്ന നമ്മുടെ നത്തിങ്ങിൻ്റെ 4A Pro അതിനകത്ത് ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. സോ ടെലിഫോട്ടോ ഒക്കെ നോക്കിയെടുക്കുന്നവരാണെങ്കിൽ ഇതിനകത്ത് അതില്ല. വീഡിയോ ഡിപ്പാർട്ട്മെന്റ് വൈസ് കുഴപ്പമൊന്നുമില്ല. 4K 60 FPS സ്റ്റേബിൾ ആയിട്ട് ബാക്ക് ക്യാമറയിൽ വീഡിയോ എടുക്കാൻ പറ്റും. ഇനി ഫ്രണ്ട് ക്യാമറയും 50 മെഗാ നിന്ന് കുറച്ച് 32 മെഗാ ആക്കി ഡൗൺ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ സെൽഫീസ് ആർ നൈസ്, പക്ഷേ ഇവിടെയും നൈറ്റ് ടൈം സെൽഫീസ് ആർ ഹൊറിബിൾ. ഈവൻ ഫ്രണ്ടിൽ നിങ്ങൾക്ക് 4K 60 FPS എടുക്കാൻ പറ്റില്ല, 4K 30 FPS എടുക്കാനായിട്ട് പറ്റുന്നുള്ളൂ. ആൻഡ് ഫോണിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്ന ഒരു ഫിംഗർ പ്രിന്റ് അഥവാ സ്മഡ്ജ് മാഗ്നറ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ബോക്സിനകത്ത് നിങ്ങൾക്ക് കളർ മാച്ച് ആയിട്ടുള്ള കേസ് കൊടുത്തിട്ടുണ്ട്, അതിട്ട് ഉപയോഗിക്കാം. ഡ്യുവൽ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം ലൗഡാണ്. ആൻഡ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ആ ഒരു AI കീ കൊടുത്തിട്ടുണ്ട് മൈൻഡ് സ്പേസിന്റെ. അത് ക്ലിക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് AI അനലൈസ് ചെയ്യുന്ന പരിപാടിയാണ്. ഈവൻ OnePlusന്റെ AI ഫീച്ചേഴ്സ് കുറച്ചുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള Wi-Fi 7 ഉണ്ട്, Bluetooth 6 ഉണ്ട്, NFC-യുടെ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്, ഒപ്റ്റിക്കൽ ആണ്, ബട്ട് ഫാസ്റ്റ് ആണ്. സോ എന്നോട് ചോദിക്കുവാണെങ്കിൽ ശരിയാണ്, ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കൺസിഡറിങ് നോഡ് 5 ഇറങ്ങിയത് ഒരു 35,000 രൂപയ്ക്കാണ്. ഇതിപ്പോൾ ഇറങ്ങിയേക്കുന്നത് 38,000 രൂപയ്ക്കാണ്. ആ ഒരു പ്രൈസിൽ ഇപ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നത്തിങ് ഫോൺ 4A Pro ആണ് നിങ്ങൾ എടുക്കാൻ പോകുന്നതെങ്കിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ബട്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അത് ബാക്കിലാണ്. OnePlus 13R നോക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോണാണ്. ബട്ട് സ്റ്റിൽ ഹീറ്റിങ്ങിൻ്റെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്
കമ്പാരിറ്റീവ്ലി ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഒരു ഓൾറൗണ്ടർ ഫോൺ വേണം, എന്നാൽ ബാറ്ററി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോൺ എന്ന് തന്നെ പറയാം. ബാറ്ററി ഹൈലൈറ്റ് ആയിട്ട് ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറയുള്ള നല്ല സ്ക്രീനുള്ള 165 FPS ഗെയിംസ് കളിക്കാനായിട്ട് പറ്റുന്ന ഒരു നല്ല എന്ന അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ഫോണായിട്ട് തന്നെ പറയാം നമുക്ക് OnePlus Nord 6. അപ്പോൾ അത്രേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ.